ചികിത്സക്ക് പോകുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രത്യേക കാര്യങ്ങൾക്കാണ്. നിങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ വികസനം കാണാത്ത ആളാണോ? ഞാനീ പറഞ്ഞ ഏതെങ്കിലും കാര്യം പ്രത്യേകമായി നിഷേധിക്കാൻ കഴിയുന്നതാണോ? എന്തിനാണ് നിങ്ങളത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിലെ ആരോഗ്യരംഗത്ത് വികസനം ഉണ്ടായിട്ടില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനൊരു കാര്യം പറയാൻ സാധിക്കൂ? നമ്മുടെ കൺമുന്നിൽ കാണുന്ന മാറ്റങ്ങളല്ലേ, കൺമുന്നിൽ വന്ന ദൃശ്യങ്ങളല്ലേ ഇതൊക്കെ. എന്തിനാണത് മറച്ചു വെക്കാൻ നോക്കുന്നത്? മാധ്യമം എന്ന് പറയുന്നത് നാടിൻ്റെ വികസന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളതല്ലേ. ഏതെങ്കിലും കൂട്ടർക്ക് വേണ്ടി വെറും അസത്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കാനുള്ള ഒന്നാണോ? അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ ചോദ്യം വന്നത്? പുതിയ സാമ്പത്തിക സ്ഥിതി ഇപ്പം തന്നെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നികുതിയേതര വരുമാനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാനായിട്ടുണ്ട്. അത് നമ്മുടെ പൊതു സാമ്പത്തിക നില ഭദ്രമാക്കിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന് ആവശ്യമായ അർഹതപ്പെട്ട പലതും നിഷേധിക്കുന്ന നിലയാണല്ലോ ഉള്ളത്. നമ്മുടെ കേരളം 2.5%, രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 2.5%ആണ് കേരളത്തിലെ ജനസംഖ്യ. പക്ഷേ നമുക്ക് ലഭിക്കുന്ന നികുതി വീതം 1.9 മാത്രമാണ്. സാധാരണഗതിയിൽ ജനസംഖ്യാനുപാതികമായി ലഭിക്കുന്നല്ലേ എല്ലാവരും പ്രതീക്ഷിക്കുക. അവിടെ വന്നു കുറവ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്കുന്നു. ഏതൊരു സംസ്ഥാനവും വികസന പ്രവർത്തനങ്ങൾക്ക് കടമെടുക്കേണ്ടതായിട്ട് വരും. ആ കടമെടുക്കുമ്പോൾ അതിന് പരിധി ഏർപ്പെടുത്തുകയാണ്, നമുക്ക് വെട്ടിക്കുറവ് വരുത്തുകയാണ്, നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായി നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ തടയലാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ അനുഭവം പരിശോധിച്ചാൽ വലിയ മാറ്റം വികസന രംഗത്തുണ്ടായി എന്നാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഒരു ഇരട്ടത്താപ്പ് നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുണ്ട്. നമ്മൾ കിഫ്ബിയെ പുനർജീവിപ്പിച്ചു. രണ്ട് കൂട്ടരും, ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ആയാലും കിഫ്ബി ആയാലും ഒരേ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി പൊതുമരാമത്ത് പ്രവർത്തികൾ ചെയ്യുന്നു. കിഫ്ബി സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നു. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന കടം കേന്ദ്രത്തിൻ്റെ കടമല്ല, കിഫ്ബി എടുക്കുന്ന കടം കേന്ദ്രത്തിൻ്റെ കടമാണെന്ന് പറഞ്ഞുകൊണ്ട്, ആ കടം കേരളത്തിൻ്റെ കടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കടം സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി കുറയുമെന്നർത്ഥം. അപ്പോൾ എന്താ സംഭവിക്കുക? വായ്പ എടുക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്കാണല്ലോ. അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങളിൽ തടസ്സം വരും. ഇതാണ് ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുണ്ട്. നല്ല വികസനം നമുക്ക് നേടാനും കഴിഞ്ഞിട്ടുണ്ട്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കുന്നത് ശരിയാണ്? അതിപ്പോൾ ഓരോ കൂട്ടർ പ്രചരണം എന്ത് നടത്തണം എന്നുള്ളത് അവരാണല്ലോ തീരുമാനിക്കുക. പക്ഷേ ശബരിമല വിഷയത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, LDF സർക്കാർ കൃത്യതയോടെയാണ് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അതറിയാം. ആ പ്രശ്നം ആദ്യം ഉയർന്നു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു വെളിപ്പെടുത്തലിലൂടെയാണല്ലോ. ആ ശബരിമലയിലുള്ള ഒരു പീഠം കളവ് പോയി എന്തായിരുന്നല്ലോ ആ വെളിപ്പെടുത്തൽ. അപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് പുറപ്പെട്ടു. അന്വേഷണം നടന്നപ്പോൾ കൃത്യമായി അതുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കാനായി. പക്ഷേ കണ്ടെടുത്ത സ്ഥലം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീടായിരുന്നു. അവിടെ വെച്ചാണത് കണ്ടെടുത്തത്. അപ്പോൾ എന്തോ ഒരു ദുരുദ്ദേശത്തോടെ നടത്തിയ ഒരു പ്രവർത്തനമാണത് എന്ന് വ്യക്തമായി.
അതിലൂടെയാണ് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അതിൻ്റെ തുടർച്ചയായി കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ ദേവസ്വം ബോർഡായാലും സംസ്ഥാന സർക്കാരായാലും കൃത്യതയോടെയുള്ള ഒരു സമീപനമെടുത്തു. അത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാവട്ടെ. ഹൈക്കോടതി അതേ നിലപാട് സ്വീകരിച്ചു. ഹൈക്കോടതിയുടെ ചുമതലയിൽ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചു. സാധാരണ പ്രത്യേക അന്വേഷണ സംഘത്തെ വേണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. ഇവിടെ ഹൈക്കോടതി അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്ന നിലയാണുണ്ടായത്. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് എല്ലാ സഹകരണവും പൂർണ്ണമായി നൽകുന്ന നിലയുണ്ടായി. പിന്നെ അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടേറെ പരാതികൾ വന്നു. ആ പരാതികൾക്കെല്ലാം ഹൈക്കോടതി തന്നെ മറുപടി പറഞ്ഞു, വ്യക്തത വരുത്തി. ഹൈക്കോടതി പറഞ്ഞു, ഞങ്ങളുടെ ചുമതലയാണ് അന്വേഷണം നടക്കുന്നത്, ഒരു ബാഹ്യശക്തിയുടെ ഇടപെടലും ഈ അന്വേഷണത്തിനില്ല, ഞങ്ങൾക്കാണ് പൂർണ്ണ ചുമതല. ഈ ഉദ്യോഗസ്ഥരെക്കുറിച്ചും അപ്പോൾ ചില പരാതികൾ വന്നിരുന്നു. ഉദ്യോഗസ്ഥർ നമ്മുടെ രാജ്യത്തെ ഏറ്റവും സത്യസന്ധരായ കഴിവുറ്റ ഉദ്യോഗസ്ഥരാണ്. ഞങ്ങളാണ് അവരെ തിരഞ്ഞെടുത്തത്. കഴിവാണ് മാനദണ്ഡം. അതുകൊണ്ട് ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല, എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്ന തരത്തിലാണ് ഹൈക്കോടതി പറഞ്ഞത്. അതോടെ ആ വിമർശനങ്ങൾക്കെല്ലാമുള്ള മറുപടിയായി. പക്ഷേ നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പും മറ്റും വരുമ്പോൾ എല്ലാ തരത്തിലും ജനങ്ങളെ കഴിയാവുന്നത്ര തെറ്റിദ്ധരിപ്പിക്കാൻ എന്താണ് വഴിയെന്ന് നോക്കുന്നവർക്ക് ഇത് ഒരു പ്രചരണായുധമായിട്ട് ഉപയോഗിച്ചേക്കാമെന്ന് മാത്രം. അത് LDFനെ ബാധിക്കുന്നതല്ല എന്താണ് വസ്തുത. ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ബഹുമാനെതിരെ നടപടി കാര്യത്തിൽ എന്തുകൊണ്ടാണ് CPM സംഘടനാ രീതി അനുസരിച്ചിട്ടുള്ള ഒരു നടപടി അദ്ദേഹത്തിനെതിരെ എടുക്കാത്തത്? സാധാരണ CPM സംഘടനാ രീതിയിൽ എടുക്കുന്ന ഒരു നടപടിയല്ലല്ലോ അദ്ദേഹത്തിനെതിരെ എടുക്കുന്നത്. CPM സംഘടനാ രീതി അനുസരിച്ച് തന്നെയാണ് നടപടി എടുത്തിട്ടുള്ളത്. ഞങ്ങൾ നടപടി എടുക്കുന്ന പിന്നെ മറ്റേതെങ്കിലും സംഘടന അനുസരിച്ചാണ്. ഞങ്ങളുടെ സംഘടനാ രീതി അനുസരിച്ചല്ലേ നടപടി എടുക്കുക. അതിനകത്ത് നമ്മൾ കാണേണ്ടത്, ഇവിടെ അന്വേഷണം നടന്നു, ഇവർ ചിലർ പ്രതികളായി, പറഞ്ഞ പത്മകുമാറടക്കമുള്ള ആളുകളും ജയിലിലായി. ആ ജയിലിലായ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ വരേണ്ടിയിരുന്നു. കുറ്റപത്രം വരട്ടെ എന്ന് ഞങ്ങൾ കാത്തു നിന്നു. പക്ഷേ കുറ്റപത്രം വരാൻ വൈകി. പത്മകുമാറിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയ ഉടനെ ഞങ്ങൾ ചെയ്തത് അദ്ദേഹത്തെ എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. മാറ്റി നിർത്തിക്കൊണ്ടേ അന്വേഷണം നടക്കുകയാണിപ്പോൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ആ സ്ഥിതിയിലാണ് കിടക്കുന്നത്. അദ്ദേഹം ആ തരത്തിലേക്കൊക്കെ എത്തിയല്ലേ? അത് ശരി. ഈ പ്രചരണം ആരതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം കേരളത്തിൽ തന്നെയല്ല. കേരളത്തിൻ്റെ പഴയകാല അനുഭവങ്ങൾ അത്ര വേഗം മറക്കാൻ കഴിയുന്നതല്ലാലോ. ഇവിടെ അദ്ദേഹം അങ്ങനെ പറയാനിടയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളല്ല. സാധാരണ നല്ലതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. എന്താണ് ഈ BJPയോട് സ്വീകരിച്ചുള്ള സമീപനം? BJP എന്ന് പറയുന്നത് RSS നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. BJP എന്നുള്ളൊരു 3 അക്ഷരമല്ല, RSSൻ്റെ നേതൃത്വമാണ് അവരെ നയിക്കുന്നത്. RSSൻ്റെ നയമാണ് അവരംഗീകരിക്കേണ്ടത്. ഇവിടെ RSS ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. RSSനെതിരെ
BJPക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് എല്ലാ കാലത്തും ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് CPIയുമാണ്. ആർക്കും നിഷേധിക്കാവുന്ന കാര്യമല്ലത്. അതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങളുടെ ഒരുപാട് സഖാക്കൾ ജീവൻ നൽകേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും മാരകമായി പരിക്കേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷികളായി കിടക്കുന്നവരുണ്ട്. അങ്ങനെയെല്ലാമുള്ള അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ കോൺഗ്രസും UDFും എല്ലാ ഘട്ടത്തിലും RSSുമായി ബന്ധമുണ്ടാക്കാനാണ് എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ, നിങ്ങൾ ഈ പറഞ്ഞ പുരോഹിതൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓർക്കുന്നുണ്ടാവുമല്ലോ. കോലീബി സഖ്യം എന്തായിരുന്നു? കോലീബി സഖ്യം അന്ന് വടകര പാർലമെൻറ്റ് മണ്ഡലം, ബേപ്പൂർ അസംബ്ലി മണ്ഡലം, 2 സീറ്റ്, പാർലമെൻറ്റിലൊരു സീറ്റ്, അസംബ്ലിയിലൊരു സീറ്റ് BJPക്ക് നൽകുന്നു. ആ സീറ്റുകൾ BJPക്ക് കൊടുക്കുമ്പോൾ മറ്റ് സീറ്റുകളിലൊക്കെ RSSും BJPയും UDFിനെ പിന്താങ്ങും. ഇതായിരുന്നില്ലേ കരാർ? അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയില്ലേ? അത് പുറത്തായിപ്പോയതുകൊണ്ട് ജനങ്ങൾ നല്ലതുപോലെ അതിലിടപെട്ടു. ആ 2 മണ്ഡലവും LDF തന്നെ നല്ല രീതിയിൽ വിജയിച്ചു വന്നു. പക്ഷെ അത്തരമൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിന് വല്ല ജാള്യത അവർക്കുണ്ടായോ? ആ കൂട്ടുകെട്ട് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഒരു കാലം UDF ഭരിക്കുന്നു. RSS നേതാവ് UDFിൻ്റെ മുഖ്യമന്ത്രിയെ ചൂണ്ടി പറയുകയാണ്, നിങ്ങളാ കസേരയിലിരിക്കുന്നത് 41 മണ്ഡലത്തിൽ ഞങ്ങൾ നൽകിയ പിന്തുണ കൊണ്ടാണെന്ന് ഓർക്കണമെന്ന്. അതല്ലേ കോൺഗ്രസിൻ്റെ അനുഭവം? എല്ലാ കാലത്തും ഇത്തരം ശക്തികളുമായി കൂട്ടുകൂടാനല്ലേ തയ്യാറായിട്ടുള്ളത്? ഇപ്പോൾ 2016 നേമത്ത് നിന്ന് BJP ജയിച്ചു വന്നല്ലോ. നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങിയല്ലോ. എങ്ങനെയായിരുന്നു ആ അക്കൗണ്ട് തുടങ്ങിയത്? നിയമസഭയിൽ മത്സരം നടന്നപ്പോൾ ആ നിയമം സീറ്റിൽ കോൺഗ്രസിൻ്റെ വോട്ടിനെന്ത് സംഭവിച്ചു? വലിയ ഇടിവല്ലേ കോൺഗ്രസിൻ്റെ വോട്ടിന് പറ്റിയത്? എന്നാൽ വേറൊരു മണ്ഡലത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഡീലായിരുന്നില്ലേ അത്? ആ ഡീലിൻ്റെ ഭാഗമായിട്ടല്ലേ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് കഴിഞ്ഞത്? അന്നത് വേണ്ടത്ര ആളുകൾക്ക് വ്യക്തമായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ പരസ്യമായ നിലപാടെടുത്തല്ലോ. 2021 പരസ്യമായി പറഞ്ഞല്ലോ, ഇവിടെ തുറന്ന അക്കൗണ്ട് ഇവിടെ തന്നെ പൂട്ടിക്കും ഇന്ന് നിയമത്ത് വെച്ച് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. അങ്ങനെയല്ലേ അത് പൂട്ടിക്കുകയും ശിവൻകുട്ടി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്? എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്നത് ആർക്കും അറിയാത്തത്? ഇത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കഥ. എന്താണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അവസ്ഥ? എന്താണ് BJPയോട് അവർ സ്വീകരിക്കുന്ന നില? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്ര കണ്ടാണ് BJPയുടെ B ടീമായി മാറുന്നത്? എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമല്ലേ? വടക്കേ ഇന്ത്യ, ഡൽഹി ആയിരുന്നല്ലോ BJP ഭരണമില്ലാത്തൊരു നാട്. കെജ്രിവാളും
AIP-യുമായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത്. എന്താണ് കോൺഗ്രസ് ചെയ്തത്? BJP പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു, BJP ഇതര ഗവൺമെൻറ്റുകളെ വേട്ടയാടുന്നു. അപ്പോൾ അവിടുത്തെ കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തു ഒരു കേസിൽപ്പെടുത്തിയിട്ട്. എന്താ കോൺഗ്രസ് പറഞ്ഞത്? എന്താണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്? ഇയാളെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത്, കെജ്രിവാളിനെയല്ലേ എന്നല്ലേ ചോദിച്ചത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പടക്കം പൊട്ടിക്കുകയായിരുന്നില്ലേ കോൺഗ്രസ്? കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്തത്. ഇപ്പോൾ കോടതി കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയല്ലോ. കോടതി നടപടി BJP-ക്ക് മാത്രമല്ലല്ലോ, കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും മുഖത്തേറ്റ അടിയായല്ലേ മാറിയത്. ഇതൊരു ഭാഗം. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ഒരു സീറ്റും കോൺഗ്രസിനില്ലാത്തൊരു നാടല്ലേ അത്. എന്നാൽ ഉള്ള ശക്തി എന്തിനാ ഉപയോഗിച്ചത്? BJP ഒഴിവാക്കാനാണോ? BJP ഒഴിവാക്കാനാണെങ്കിൽ AIP അല്ലേ സഹായിക്കേണ്ടത്. അവിടെ അതിശക്തമായി AIP എതിർക്കല്ലേ ഇത്. അങ്ങനെ AIP അതിശക്തമായി എതിർത്താൽ ആരാ ജയിച്ചു വരികയെന്ന് അവിടുത്തെ സ്ഥിതിയിൽ എല്ലാവർക്കും അറിയാലോ. അത് BJP അല്ലേ. BJP ജയിച്ചു വന്നല്ലോ. അപ്പോൾ BJP-യുടെ B ടീമായിട്ടല്ലേ ഫലത്തിൽ അവർ പ്രവർത്തിച്ചത്. ഇതേ കാര്യം തന്നെ ഹരിയാനയുടെ കാര്യം നോക്കൂ നിങ്ങൾ. ഹരിയാന നിയമസഭ ആ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരുമെന്ന് അവർ തന്നെ കണക്കാക്കുന്നില്ല. എല്ലാവരും ഉറപ്പിക്കുന്നു BJP-യെ പരാജയപ്പെടുത്താനാവും. എങ്ങനെയാണ് BJP-ക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്? BJP-യെ നേരിടാനുള്ള ശക്തി ഇന്ന് പലയിടത്തും നമ്മുടെ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒറ്റയ്ക്കില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ BJP എതിർക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ ശ്രമിക്കണം. ആ കാര്യം ചെയ്തോ കോൺഗ്രസ്? ഒന്നിച്ചു നിൽക്കാൻ സന്നദ്ധയുള്ളവരെയൊക്കെ അകറ്റിക്കളഞ്ഞില്ലേ? അതല്ലേ നടന്നത്. അതല്ലേ BJP-യുടെ ജയത്തിലേക്ക് എത്തിച്ചത്. യഥാർത്ഥത്തിൽ ഫലത്തിൽ BJP-യുടെ പാർട്ടിയായി മാറുകയല്ലേ ചെയ്തത്. ഇതല്ലേ നാം കാണേണ്ടത്. ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കോളൂ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദ്യമേ തന്നെ കുളം കലക്കുന്ന നടപടിയെടുക്കും. രംഗം കലുഷിതമാക്കിയിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? രംഗം കലുഷിതമാകുമ്പോൾ അതിൻ്റെ ഗുണഫലം കിട്ടുന്നത് BJP-ക്കല്ലേ. ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ ആദ്യത്തെ കോൺഗ്രസിന് സമീപനം സ്വാധീനിച്ചില്ലേ? എല്ലാം BJP-ക്കല്ലേ സഹായകരമായിട്ട് വന്നത്. ഇങ്ങനെയെല്ലാം നേരത്തെ ചെയ്തവർ, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരുടെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലാതെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി കൂട്ടുകൂടാൻ തയ്യാറാകുന്നവർ, ഒരു കാലത്തും BJP-യോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കാൻ തയ്യാറാകും. അതൊന്നും നാട്ടിലേശുന്ന കാര്യമല്ലെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നല്ലതുപോലെ കളവ്, നുണ സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ പ്രചരിപ്പിച്ചാൽ അത് സത്യമായി അംഗീകരിക്കപ്പെടും എന്നുള്ള പഴയ ഗീബൽസിൻ്റെ സിദ്ധാന്തം ഉണ്ടല്ലോ. അതിൻ്റെ ആശാന്മാരായിട്ട് ആ പ്രവർത്തനങ്ങളൊന്നും നടത്തി നോക്കുകയാണ്. പക്ഷേ ഈ അനുഭവമൊന്നും നാടിനോ നാട്ടുകാർക്കോ മറക്കാൻ കഴിയുന്നതല്ല.